ഡോക്യുമെന്റ്സിന്റെ ഒരു കോപ്പി എടുത്ത് എന്റെ ക്യാബിനിലേക്ക് കൊണ്ടുവരൂ. എറിഞ്ഞ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് വീണല്ലോ. എന്റെ ബെസ്റ്റ് ടൈം എന്നല്ലാതെ എന്ത് പറയാൻ. മേഡം. യെസ്. മേഡം പറഞ്ഞ ഡോക്യുമെന്റ്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ ശിവാനി സൈൻ ചെയ്യേണ്ടിടത്തൊക്കെ സൈൻ ചെയ്യിപ്പിക്കണം. ദാ. ശരി മേഡം. ആ പിന്നെ നമ്മുടെ എല്ലാ കമ്പനികൾക്കും ഈ ഡോക്യുമെന്റ് മെയിൽ ചെയ്ത് കൊടുക്കണം. ബാങ്കുകളിലും കൃത്യമായിട്ട് ഇൻഫർമേഷൻ കൊടുക്കണം. ചെയ്യാം മേഡം. ശിവാനി, ഇപ്പൊ മുതൽ പ്രണവിന്റെ സിഗ്നേച്ചർ അതോറിറ്റി നിനക്കാണ്. ആവുന്നത്ര ഫയലുകൾ നീ തന്നെ നോക്കണം. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ മതി. കേട്ടല്ലോ? ഷുവർ ആൻറ്റി, താങ്ക്സ്. മേഡം, ഞാൻ മേഡത്തിന്റെ ക്യാബിനിലേക്ക് വരാം. ഓക്കെ ശിവാനി, നീ പോയി നിന്റെ ജോലി നോക്കിക്കോ. ഞാനിതൊന്ന് തീർക്കട്ടെ. ശരി ആൻറ്റി. അങ്ങനെ ആ അധികാരം കൂടി എന്റെ കയ്യിലായി. ഇനി ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അതോ ഗതിയാ. ഹലോ. ഗുഡ് മോർണിംഗ് മേഡം. ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ശിവാനി മേഡം. ഗുഡ് മോർണിംഗ് മേഡം. മോർണിംഗ്. മേഡം എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ചാർജ് എടുക്കുന്ന വിവരം ജോർജ് സാർ പറഞ്ഞായിരുന്നു. ഞാൻ മേഡത്തിന്റെ ക്യാബിനിലേക്ക് വന്ന് കൺഗ്രാറ്റ്സ് പറയാനിരിക്കായിരുന്നു. അപ്പോഴാണ് മേഡം ഇങ്ങോട്ട് വന്നത്. അല്ല, ഈ ലോഡ് എന്താ വന്നിരിക്കുന്നത്? നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ആണ് മേഡം. ഓ, അപ്പൊ ഇതാരാ? പുള്ളിയാണ് നമുക്ക് സ്ഥിരമായിട്ട് മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത്. എന്റെ പേര് മുകേഷ് മേനോൻ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈശ്വരമംഗലം ഗ്രൂപ്പിന് എല്ലാ മെറ്റീരിയൽസും ഞാനാണ് സപ്ലൈ ചെയ്യുന്നത്. മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെച്ച് നോക്കിയാൽ റീസണബിൾ പ്രൈസിലാണ് മുകേഷ് സാർ നമുക്ക് സാധനങ്ങൾ തരുന്നത്. മന്ത്ലി ഒരു 25 ടൺ ടൈൽസ് എങ്കിലും വരുന്നുണ്ട് മേഡം. അങ്ങനെയാണെങ്കിൽ എല്ലാ മെറ്റീരിയൽസിനും കൂടി ഒരു വലിയ എമൗണ്ട് ആയിരിക്കുമല്ലോ ഈ മേനോൻ കൊണ്ടുപോകുന്നത്. ജോർജെ, ഒരു കാര്യം ചെയ്. രജിസ്റ്റർ ഇങ്ങ് തന്നേക്ക്. എന്നിട്ട് ഓഫീസിലേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. അയ്യോ മേഡം, ഇതൊന്നും മേഡം നോക്കേണ്ട ജോലിയല്ല, ഞാൻ ചെയ്തോളാം മേഡം. അതൊന്നും കാര്യമാക്കണ്ട, പറയുന്നത് കേട്ടാ മതി. ആ രജിസ്റ്റർ ഇങ്ങ് തന്നെ. ശരി മേഡം. ഓക്കെ. അതെ മിസ്റ്റർ മേനോൻ, ഇനി മുതൽ നിങ്ങൾ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യണമെന്നില്ല. ഇതോടെ നിർത്തിക്കോ. പേയ്മെന്റ്സ് എന്തെങ്കിലും ബാലൻസ് കിട്ടാനുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ സെറ്റിൽ ചെയ്തോ. ഇതെന്താ മേഡം ഇങ്ങനെയൊക്കെ പറയുന്നത്? കാരണമൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ആര് മെറ്റീരിയൽസ് ഇറക്കണമെന്നും ആർക്ക് ഓർഡർ കൊടുക്കണമെന്നും ഇനി മുതൽ ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാനാണിപ്പോ ഇവിടുത്തെ സൈനിങ് അതോറിറ്റി. മേഡം, ഞാൻ ഈ കമ്പനിയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഇടപാടാണ്. ഞാൻ രാജസ്ഥാനിലേക്ക് ഉൾപ്പെടെ 10 കണക്കിന് മെറ്റീരിയൽസിന് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ഷോർട്ട് ടൈമിൽ സപ്ലൈ നിർത്താൻ പറഞ്ഞാൽ ഞാൻ പെട്ടുപോകും മേഡം. പ്ലീസ് മേഡം, കുറച്ച് നാളത്തേക്ക് കൂടിയെങ്കിലും എൻ്റെ മെറ്റീരിയൽസ് തന്നെ എടുക്കണം. അല്ലെങ്കിൽ എനിക്കതൊരു വലിയ ബാധ്യതയാവും. എങ്കിലൊരു കാര്യം ചെയ്യാം. നമുക്കേ നിങ്ങൾ ഈശ്വരമംഗലം ഗ്രൂപ്പിൽ ഇറക്കുന്ന മെറ്റീരിയൽസിന്റെ ടോട്ടൽ എമൗണ്ടിന്റെ ഒരു 10% കമ്മീഷൻ എനിക്ക് തരണം. കമ്മീഷനോ? എന്തേ, കമ്മീഷൻ എന്ന് പറയുന്ന സാധനം കേട്ടിട്ടില്ലേ? അതല്ല മേഡം, പ്രണവ് സാറിന്റെ വൈഫല്ലേ? ഇത് നിങ്ങളുടെ സ്വന്തം കമ്പനിയല്ലേ? സ്വന്തം കമ്പനിയിൽ നിന്ന് തന്നെ കമ്മീഷൻ അടിക്കാന്ന് പറഞ്ഞാൽ
കമ്മീഷൻ തരാൻ പറ്റുമെങ്കിൽ മാത്രം ഇനി നിങ്ങൾ മെറ്റീരിയൽസ് ഇറക്കിയാൽ മതി. ആ പിന്നെ വേറൊരു കാര്യം, കമ്പനി ഓർഡർ തരുന്നതിന്റെ 90% മെറ്റീരിയൽസ് മാത്രം ഇറക്കിയാൽ മതി. പക്ഷെ ബില്ല് തരുമ്പോൾ മുഴുവൻ മെറ്റീരിയൽസിന്റെയും ബില്ല് തരണം. ബാക്കി 10% മെറ്റീരിയൽസിന്റെ എമൗണ്ട് ഞാൻ തരുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. മനസ്സിലായോ? മാഡം, ഈശ്വരമംഗലം ഗ്രൂപ്പിനോട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുക പറഞ്ഞ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടെന്നേ. നിങ്ങളുടെ മെറ്റീരിയൽസിന്റെ സപ്ലൈയും ഇതോടെ നിർത്തിക്കും. അങ്ങനെ പറയില്ല മാഡം. അപ്പൊ എല്ലാം പറഞ്ഞ കണക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഓഫീസിൽ വന്ന് സെറ്റിൽ ചെയ്തോണം. മേലിൽ ഈശ്വരമംഗലം ഗ്രൂപ്പിന് നിങ്ങളുടെ മെറ്റീരിയൽസ് വേണ്ട, കേട്ടല്ലോ? ആ മാഡം, അതെ, ഞാൻ ഓക്കെയാണ്. കമ്മീഷൻ അത് എത്രയാണ്, എപ്പോൾ വേണമെന്നൊക്കെ മാഡം പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. വെരി ഗുഡ്. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ചാർജ് എടുക്കുന്നതിന് മുമ്പ് തന്നെ കമ്പനിയുടെ അടിവാരം തൊണ്ടെന്ന് നോക്കുവാണല്ലോ. ഇതിപ്പോ ആരോടൊന്ന് പറയുന്നത്? അപ്പോ കണക്കൊന്നും നോക്കണ്ട, വേഗം എല്ലാം അൺലോഡ് ചെയ്ത് വയ്ക്കാൻ നോക്ക്. ഓക്കെ? ശരി മാഡം. ഗുഡ് മോർണിംഗ് സാർ. ആ യെസ്, ഗുഡ് മോർണിംഗ്. വസുന്ധര മാഡം ക്യാബിലുണ്ടോ സാർ? ആ ഉണ്ടല്ലോ. എന്ത് പറ്റി? ഞങ്ങൾക്ക് മാഡത്തെ ഒന്ന് കാണണമായിരുന്നു. മാഡത്തിന്റെ മൂഡ് എങ്ങനെയാ? കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. കുറച്ച് വർക്ക് ലോഡുണ്ട്, അതിന്റെ ടെൻഷൻ കാണും. അത് കുഴപ്പമില്ല. ഞങ്ങൾക്ക് കോൺഫിഡൻഷ്യലായി ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ക്യാബിനിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അല്പം സീക്രട്ടാണ്. മാഡത്തിന്റെ മൈൻഡ് കൂടി ഓക്കെ ആണെങ്കിലേ ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. ഏയ്, ക്യാബിൽ വേറെ ആരുമില്ല. നിങ്ങൾ വാ, സംസാരിക്കാം. ആരായിരിക്കും ഇവര്? വസുന്ധര ആന്റിയോട് ഇവർക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തായിരിക്കും പറയാനുള്ളത്? കൈ കിട്ടുന്ന ഒരു ഐറ്റവും വിടാൻ പാടില്ല. എന്താ അവര് സംസാരിക്കുന്നതെന്ന് ഒന്ന് പോയി കേട്ട് നോക്കാം. എക്സ്ക്യൂസ് മീ മാഡം. യെസ്. എസ് ടി കമ്പനി രണ്ടുപേര് മേഡത്തിനെ കാണാൻ വന്നിട്ടുണ്ട്. ST കമ്പനിയിൽ നിന്നോ? ആ, വരാൻ പറയും. യെസ് മാഡം. വരൂ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. പറയൂ. മാഡം, ആ ഡീൽ എമൗണ്ടിന്റെ കാര്യം പറയാനായി വന്നതായിരുന്നു. 1 സെക്കൻഡ്. ജോർജ്. ഓക്കെ മാഡം. ഓക്കെ, ഇനി പറഞ്ഞോളൂ. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മാഡം ചെയ്തു. ഈശ്വരമംഗലം ഗ്രൂപ്പ് വേണ്ടാന്ന് തീരുമാനിച്ച ആ മീനങ്ങാടി പ്രോജക്റ്റ് അതുപോലെ തന്നെ മാഡം ഞങ്ങൾക്ക് മറിച്ചു തന്നിട്ടുണ്ട്. ഞാനൊരു വാക്ക് പറഞ്ഞതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ വാക്കും പാലിക്കണമല്ലോ മാഡം. മാഡത്തിന് തരാമെന്ന് പറഞ്ഞിട്ടുള്ള 50 ലക്ഷം രൂപ റെഡിയാണ്. അത് ബ്ലാക്ക് ആയിട്ട് വേണോ അക്കൗണ്ടിൽ ഇട്ട് തന്നാൽ മതിയോ? 50 ലക്ഷം രൂപ കമ്മീഷനോ? അതൊരു പ്രോജക്റ്റ് മറിച്ചു കൊടുത്തതിന്? മാഡം ഒന്നും പറഞ്ഞില്ല.